എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് അരുമച്ചാടത്ത് പിതാവേ, ബഹുമാനപ്പെട്ട സാമ്പ്രഗിൽ പിതാവേ, ഫാദർ അഗസ്റ്റിൻ പാലക്കാട്, Superior General of the MCBS Congregation, Reverend Father Abraham Kuchiburail, the Provincial Superior of Emmaus Province, Father Matthew Tekemuri, the Provincial of Zion Province, Kozhikode, Reverend Father Simon Chiramel, Paramprasad, Province of Ernakulam, dear loving parents and relatives of Father Joseph Patete, dear Reverend Provincial Superiors of both men and women, fathers, sisters, and you, my dear faithful. ഒത്തിരിയേറെ ദുഃഖത്തോടു കൂടിയാണ് ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം സുരേഷ് അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ നിൽക്കുന്നത്. കാരണം സുരേഷ് അച്ഛനെ ഞാൻ അറിഞ്ഞിട്ട് വെറും 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം 2 വർഷം മുൻപാണ് ഇറ്റാനഗർ രൂപതയിലെ 2ാമത്തെ മെത്രാനായി ഞാൻ സ്ഥാനമേൽക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അരുണാചലിലുള്ള മിഷനിൽ ചെന്ന് ആദ്യമായിട്ട് ഭാഷ പഠിക്കുവാനായിട്ട് MCBS കോൺഗ്രിഗേഷൻ്റെ അവിടെ സീക്രട്ട് ഹാർട്ട് ചർച്ച്, അവിടെ പള്ളിയുണ്ട്, യജാളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് സുരേഷ് അച്ഛനെ കാണുന്നത്. ഒത്തിരി സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഇടപഴകിയ ഒരു വൈദികനായിരുന്നു സുരേഷ് അച്ഛൻ. ഇന്ന് ചെറിയ ഒപ്പീസ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൻറ്റൻസ് മാത്രം അച്ഛനെക്കുറിച്ച്. അച്ഛൻ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു. ഈ വിശുദ്ധനായ വൈദികൻ നല്ലവനായ പിതാവിൻ്റെ അടുക്കിലേക്ക് പിതാവിൻ്റെ ആ സമ്മാനം വാങ്ങുവാനായിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്വർഗത്തിൽ ഒരു പ്രതിനിധി കൂടിയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നല്ലവനായ പിതാവിനോട് ചോദിച്ചു വാങ്ങിച്ച് നമുക്ക് തരുവാനായിട്ട് ഒരു പ്രതിനിധി നമുക്ക് ഇന്ന് സ്വർഗത്തിലുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയിലും അത് വേണ്ടിയിരിക്കുന്നു. 50 ദിവസം മുൻപ് ഞാൻ മെങ്കിയോയിലുള്ള കോർപ്പസ് ക്രിസ്തി ഇടവകയിൽ അച്ഛനെ ആ ഇടവകയുടെ ചുമതല ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇത് വലിയൊരു ഇടവകയാണ്. കോർപ്പസ് ക്രിസ്തി ഇടവക മെങ്കിയോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അരമനയിൽ നിന്ന് ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ ചെന്നതിന് ശേഷം 22ഓളം ചെറിയ ഗ്രാമങ്ങളിൽ പള്ളികളുണ്ട്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, നമുക്ക് ഒത്തിരി ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെയുള്ള ജനതകൾക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, എല്ലാം ശരിയായിക്കോളും, എല്ലാം ദൈവം നടത്തും, ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകാം. 2 മാസം കഴിയുന്നതിന് മുൻപ് ഇന്ന് ഈ ദേവാലയത്തിൽ അച്ഛൻ്റെ അവസാന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. അച്ഛൻ രോഗാവശയിൽ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്നോട് മിഷൻ സുപ്പീരിയർ ആയിരിക്കുന്ന സാജൻ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പിതാവേ, അച്ഛൻ ബൊറഗൗൺ എന്ന അവിടെ കാത്തലിക് ഹോസ്പിറ്റലിൽ രോഗാവസ്ഥയിലാണ്. ഉടനെ തന്നെ അച്ഛനെ ഷിഫ്റ്റ് ചെയ്യണം ഗുവാഹട്ടിയിലേക്ക്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എത്രയും വേഗം തിരിച്ച് ബിഷപ്സ് ഹൗസിൽ വരിക. ബിഷപ്സ് ഹൗസിലുള്ള വണ്ടി എടുത്തുകൊണ്ട് ജോസച്ചൻ, ഇതിന് മുൻ മിഷൻ സുപ്പീരിയർ ആയിരുന്ന ജോസച്ചൻ സുരേഷ് അച്ഛനെയും കൂട്ടി ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഗുവാഹട്ടിയിൽ ചെന്ന് അവിടെ 3 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം
വീണ്ടും ഡൽഹിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയി. എല്ലാ ദിവസവും 2-3 തവണയെങ്കിലും ഞാൻ അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അച്ഛന് വേണ്ടി ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ അച്ഛന്മാരോടും പ്രാർത്ഥിക്കുവാനും, അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും അൽമേയരോടും പ്രാർത്ഥിക്കുവാനായിട്ട്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു. 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് ആ മകൻ തിരിച്ച് സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണമെന്നുള്ളത് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. മകൻ തിരിച്ചു പോയി. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് സുരേഷച്ചനോട് അന്ത്യമൊഴി പറയുവാണ്. സുരേഷച്ച, ഞങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നല്ല ഒരു പുരോഹിതൻ ആയി, പൗരോഹിത്യത്തിൻ്റെ നല്ല ഒരു ജീവിതം കാഴ്ചവെച്ച് നല്ല രീതിയിൽ ആളുകളെ അച്ഛൻ കൊണ്ടുവരുവാനായിട്ട് അച്ഛൻ 4.5 വർഷക്കാലത്തെ ആ കാലയളവിൽ സാധിച്ചു. അച്ഛനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും അച്ഛൻ്റെ എല്ലാ നല്ല പ്രവർത്തികളും ഞങ്ങൾ കൈപിടിച്ച് മുൻപോട്ട് ചെയ്യും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ സുരേഷ് അച്ഛനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ആ മകൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമുക്ക് ഈ തിരുക്രമങ്ങളിൽ പങ്കുചേരാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അങ്ങയെ പ്രതി ഭവനത്തെയോ മാതാപിതാക്കന്മാരെയോ സഹോദരീ സഹോദരന്മാരെയോ പരിചരിക്കുന്നു